താലി. രചനാ സംഭാഷണം രുദ്രപ്രിയ. അവളുടെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചിരുന്ന കൈമാറ്റിയതും ദേവി വേഗം ജെയിനിൽ നിന്ന് അകന്നു മാറി ബെഡിൽ മോളുടെ അടുത്തായി കിടന്നു. ജെയിൻ ദേവിയുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. അവളുടെ പുറം ഭാഗത്ത് മുഖം ചേർത്ത് വെച്ചു. അവളുടെ മുടിയിൽ നിന്നും വമിക്കുന്ന കാച്ചെണ്ണയുടെ ഗന്ധം അവൻ്റെ മൂക്കിൽ തുളഞ്ഞു കയറി. ജെയിനത് ആഞ്ഞു ശ്വസിച്ചു. ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു. അവൻ്റെ കൈ ഇടുപ്പിൽ മുറുകുന്നത് ദേവി അറിഞ്ഞു. അവൾക്ക് ശരീരം വിറയ്ക്കുന്ന പോലെ തോന്നി. ജെയിനെ തള്ളി മാറ്റാൻ തോന്നി. പക്ഷേ താൻ അതിന് അശക്തയാണ്. കണ്ണു മാത്രം നിറഞ്ഞു തൂവി ജെയിൻ ദേവിയെ തിരിച്ച് അവൻ്റെ നേർക്ക് കിടത്തി. ബെഡ് ലാമ്പിൻ്റെ വെളിച്ചത്തിൽ അവളുടെ കണ്ണിലെ നീർത്തുള്ളികൾ അവൻ കണ്ടു. ജെയിൻ അവളിൽ നിന്നും കൈ പിന്നിലേക്ക് വലിച്ചു. ദേവി അവൻ്റെ കൈ ബലമായി പിടിച്ചു വെച്ചു. വിഷമിക്കല്ലേ കുട്ടേട്ടാ, പിന്നെന്തിനാ മോളെ ഈ കണ്ണുനീര്? ജെയിന് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. നിൻ്റെ ഈ കണ്ണുനീര് എന്നെ തളർത്തുന്നു ദേവി. അർഹതയില്ലാത്തത് എനിക്കാണെന്നൊരു തോന്നൽ. കുട്ടേട്ടനെ സ്നേഹിക്കുമ്പോൾ ഞാൻ തോറ്റു പോകുമെന്ന് പേടിയാവുന്നു. അവൾ ഏങ്ങിക്കരഞ്ഞു. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയ ജയൻ എഴുന്നേറ്റ് ഹെഡ് റെസ്റ്റിൽ ചാരിയിരുന്നു. അവളെയും അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തിരുത്തി. ദേവി, ഞാൻ നിന്നിൽ ആധിപത്യം നേടാൻ ശ്രമിക്കുന്ന ഭർത്താവല്ല. മറിച്ച് നിന്നെയും നിൻ്റെ സങ്കടങ്ങളെയും ഞാൻ എന്നിൽ ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുന്നതാണ്. അങ്ങനെ കേവലം നിൻ്റെ ശരീരം മാത്രമാണ് ഞാൻ മോഹിച്ചതെങ്കിൽ വിവാഹം കഴിഞ്ഞ് നീ എൻ്റെ മുറിയിൽ കയറിയ അന്ന് തന്നെ എനിക്കതാകാമായിരുന്നു. ഒന്ന് ഞാൻ ചോദിക്കട്ടെ ദേവി, നിൻ്റെ മനസ്സിൻ്റെ കോണിൽ എവിടെയെങ്കിലും എന്നോട് ഇത്തിരി സ്നേഹം അതുണ്ടോ? അത്രയും നേർത്തു പോയിരുന്നു ജയൻ്റെ ഒച്ച. അവൻ്റെ ആ ചോദ്യം അവളുടെ ഹൃദയഭിത്തിയിൽ വന്നു തുളച്ചു. രക്തം പൊടിഞ്ഞു. പിടച്ചുപോയി ദേവി. എൻ്റെ മനസ്സിലിപ്പോൾ കുട്ടേട്ടനും മോളും മാത്രമേ ഉള്ളുവെന്ന് ഉറക്കെ വിളിച്ച് പറയാൻ തോന്നി. പക്ഷേ എന്തുകൊണ്ടോ നാവ് പൊന്തുന്നില്ല. ജയൻ അല്പനേരം അവളെ നോക്കിയിരുന്നു. അവളിൽ നിന്നും മറുപടി ഒന്നും കേൾക്കാതെ വന്നപ്പോൾ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി. അവളുടെ മൗനം അത്രമാത്രം അവനെ വേദനിപ്പിച്ചിരുന്നു. ജയൻ പില്ലോ നേരെയാക്കി കിടന്നു. ദേവിയും. എന്നാൽ ജയനെപ്പോലും നെറ്റിച്ചുകൊണ്ട് ദേവി അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ചു. അവൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു. ജയൻ അവളെ ഉയർത്തി മാറിലേക്ക് കയറ്റി കിടത്തി. വെറുക്കല്ലേ കുട്ടേട്ട എന്നെ. നേർത്തു പോയിരുന്നു അവളുടെ ഒച്ച. അവളെ ഒന്നുകൂടി മുറുക്കി പിടിച്ചു ജയൻ. ആദ്യമായി അവളുടെ നെറുകിൽ ചുണ്ട് ചേർത്തു. നിനക്കെന്നെ ഉൾക്കൊള്ളാൻ സമയം ആവശ്യമാണെന്ന് എനിക്കറിയാം. പക്ഷെ അതുവരെ എനിക്ക് സ്നേഹിക്കാമല്ലോ. എപ്പോഴോ ഇരുവരും ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാത്രിയിൽ മാതുമോളുടെ കരച്ചിൽ കേട്ടാണ് അവൾ ഉണർന്നത്. കുഞ്ഞ് പാലിനായി അവളെ പരതിയതും ദേവി വേഗം കുഞ്ഞിൻ്റെ നേർക്ക് തിരിഞ്ഞു കിടന്ന് കുഞ്ഞിന് പാല് കൊടുത്തുറക്കി. കുഞ്ഞുറങ്ങിയതും അവൾ ജയൻ്റെ നേർക്ക് തിരിഞ്ഞു കിടന്ന് അവൻ്റെ മാറിൽ മുഖം അമർത്തി വെച്ചു. രാവിലെ ജയൻ എഴുന്നേൽക്കുമ്പോൾ ദേവി അവൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്നു. അവൾ അവനെ പ്രണയത്തോടെ നോക്കി. നെറ്റിയിൽ പാതി മാഞ്ഞ സിന്ദൂരവും കഴുത്തിൽ ചേർന്ന് കിടക്കുന്ന താലിയും അവളുടെ പാതി വിടർന്ന ചുണ്ടും അവനിൽ വികാരങ്ങളുടെ വേലിയേറ്റം തീർത്തു. ജയൻ വേഗം എഴുന്നേറ്റ് മാറി വാഷ്റൂമിൽ പോയി റൂമിന് പുറത്തേക്ക് ഇറങ്ങി. ഹാളിൽ ചെല്ലുമ്പോൾ കണ്ടു കട്ടൻ കുടിക്കുന്ന സിദ്ധുവിനെ. ആഹാ, നീ എഴുന്നേറ്റോ? രമ്യേ, ജയനും കൂടി ഒരു കട്ടൻ എടുത്തോ. രമ്യ ജയനുള്ള കട്ടനുമായി വന്നു. ദേവി എഴുന്നേറ്റില്ലേ ഏട്ടാ? ഇല്ല, ഇടയ്ക്ക് മോൾ ഉണർന്ന് കരഞ്ഞു. രണ്ടുപേരും ഉറക്കമാണ്. മുറ്റത്ത് ചെറുതായി മഴ പൊടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് ഇടിയും മിന്നലോട് കൂടിയ മഴയായി. ആഹാ, ഇന്നീ മഴയാണെന്ന് തോന്നുന്നു. ഛേ, സിദ്ധു മുഖം ചുളിച്ചു. നീ പോയി കുറച്ചു നേരം കൂടി കിടക്ക് ജയ. ഞാനും ഇത്തിരി കിടക്കാൻ പോവുക. സിദ്ധു അകത്തേക്ക് പോയി. പിന്നാലെ തന്നെ ജയനും. അല്പനേരം കൂടി മഴയെ നോക്കിയിരുന്നു. അവൻ്റെ ഉള്ളിലും ശക്തമായ മഴ പെയ്യുമായിരുന്നു. ദേവിയോടുള്ള പ്രണയത്തിൻ്റെ തോരാ മഴ. കുറച്ചു നേരം കൂടി അവിടെ ഇരുന്ന് പിന്നെ റൂമിലേക്ക് പോയി. ദേവിയും മോളും അപ്പോഴും ഉറക്കമായിരുന്നു. എൻ്റെ അമ്മൂട്ടി, നീ ഒന്ന് എണീക്ക് പെണ്ണേ, എനിക്ക് ഓഫീസിൽ പോകണ്ടേ? ദത്തൻ എഴുന്നേറ്റ് കുറച്ച് നേരമായി അമ്മുവിനെ വിളിക്കുന്നുണ്ട്. ദത്തേട്ടൻ ഈ മഴയത്ത് പോകണ്ട. അവനെ പെണ്ണ് ഷീറ്റിനുള്ളിലേക്ക് വലിച്ചു കയറ്റി. അവളുടെ അർദ്ധനഗ്ന മേനിയിൽ അമ്മു അവനെ ചേർത്ത് പിടിച്ചു. ദത്തൻ്റെ വിരലുകൾ അവളുടെ മേനിയിൽ അലഞ്ഞു നടന്നു. അവളത് തടഞ്ഞു. ആഹാ, ഇപ്പോൾ അങ്ങനെയായോ? മിണ്ടാതെ പോയ എന്നെ വലിച്ച് ഷീറ്റിനുള്ളിൽ കയറ്റിയിട്ട് ഇപ്പോൾ കൂക്കുവും. ദത്തൻ അവളെ വലിച്ചടിപ്പിച്ച് അവളെ മലർത്തി കിടത്തി അവളുടെ മേലേക്ക് ഇരു കൈയും കുത്തി നിന്നു. പെണ്ണ് ഉറക്കിനിടയിൽ അവനെ കണ്ണും വിളിച്ചു നോക്കി.
ദത്തൻ വശ്യമായ ചിരിയോടെ അവളുടെ മാറിൽ ചുണ്ടു ചേർത്തു. അമ്മു പൊളഞ്ഞുപോയി. ദത്തൻ അവളുടെ മാറിടങ്ങളെ മാറി മാറി ചുംബിച്ചു. പെണ്ണവൻ്റെ മുടിയിൽ കൊരുത്ത് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ദത്തൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുമായി ചേർന്നു. അവൻ അവളുടെ ചുണ്ട് തൻ്റേതാക്കി. അവൻ്റെ കൈ അവളുടെ മാറിളത്തിൽ അമരുകയും പെണ്ണവനെ സ്വീകരിക്കാൻ തയ്യാറായി. അവൻ പല പ്രാവശ്യം ഉയർന്നു താണു. അവളുടെ മൂൾക്കലും മൂളലും ആ മുറിയിലാകെ അലയടിച്ചു. അവൻ്റെ ചലനത്തിനോടൊപ്പം അവളും ചലിച്ചു തുടങ്ങി. ഇരുവരുടെയും ഉമിനീര് പോലും ഒന്നാകാൻ മത്സരിച്ചു. ഒടുവിൽ തളർച്ചയോടുകൂടി ദത്തൻ അമ്മുവിൻ്റെ മാറിലേക്ക് വീണു. അവളും തളർച്ചയോടെ അവനെ ചേർത്ത് പിടിച്ചു. 3 ദിവസം ജയനും ദേവിയും അമ്മയ്ക്കൊപ്പം നിന്നു. അതിനുശേഷമാണ് തിരികെ വീട്ടിലേക്ക് പോയത്. ഇതിനിടയിൽ 1-2 തവണ ജയൻ ഹോസ്പിറ്റലിൽ പോയി വിജിയെയും അച്ഛനെയും അമ്മയെയും കണ്ടു. അവരുടെ അവസ്ഥ കണ്ടപ്പോൾ ജയനും വേദന തോന്നി. പക്ഷേ എന്ത് ചെയ്യാം? ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ ആ കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാറി നിന്ന് സങ്കടപ്പെടാനല്ലാതെ ആർക്കും ഒരു പോംവഴി കണ്ടെത്താൻ കഴിയില്ല. വൈകുന്നേരം വരാൻ ലേറ്റാവുമെന്ന് ജയൻ നേരത്തെ തന്നെ ദേവിയെ വിളിച്ചറിയിച്ചിരുന്നു. ജയൻ അങ്ങനെ പറഞ്ഞുവെങ്കിലും ദേവിക്ക് എന്തുകൊണ്ടോ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾ മോളെ നേരത്തെ ഉറക്കി കിടത്തിയതിനു ശേഷം ഹാളിൽ വന്നിരുന്നു. ജയൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ദേവി ശ്രദ്ധിച്ചു. ഓരോ വാഹനം കയറ്റി കടന്ന് മുന്നിലൂടെ പോകുമ്പോഴും അവൾ അത് ജയനാണോ എന്ന് എത്തി നോക്കും. മോളിങ്ങനെ വഴിക്കണ്ണുമായി ഇരുന്നാലോ? അവനിങ്ങ് വരും. നമുക്ക് കിടക്കാം. അമ്മ മരുന്ന് കഴിച്ചതല്ലേ, ഉറക്കം മുഷിയണ്ട, പോയി കിടന്നോ. ഞാൻ കുട്ടേട്ടൻ വന്നിട്ട് കിടന്നോളാം. ഏകദേശം സമയം 11:30 മണി കഴിഞ്ഞപ്പോൾ മോൾ ഉണർന്ന് കരഞ്ഞു. അവളെ പാല് കൊടുത്തുറക്കി വീണ്ടും ദേവി ഉമ്മറത്ത് വന്നിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കൈ കഴുത്തിൽ കിടക്കുന്ന താലിയിൽ മുറുകും. ഈശ്വര! തീ തുപ്പിക്കൊണ്ട് ബൈക്കിൻ്റെ വെളിച്ചം ഇരുളിനെയും ഭേദിച്ചുകൊണ്ട് ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നു. ജയൻ ബൈക്കിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് ദേവി വേഗം മുറ്റത്തേക്കെത്തി. എന്താ കുട്ടേട്ടാ ഇത്രയും വൈകിയേ? ഇനി ഇത്ര വൈകാൻ നിൽക്കല്ലേ. പേടിച്ച് പ്രാണൻ പറഞ്ഞു പോയി. അവളെ ഇടുപ്പിൽ ചേർത്ത് പിടിച്ച് തൻ്റെ പുറത്തേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ജയൻ വീട്ടിനുള്ളിലേക്ക് കയറി. ഡോറടച്ച് കുറ്റിയിട്ടു. ഡോറിൽ ചാരി നിന്നു. ദേവിയെ നോക്കി കൈ വിടർത്തി പിടിച്ചു. അവൾ ആ കൈക്കുള്ളിൽ പതുങ്ങി നിന്നു. ഇനി ഇങ്ങനെ വൈകി വരല്ലേ. എനിക്ക് കാണുന്നത് വരെ ഭയമാണ് കുട്ടേട്ടാ. ആവശ്യമില്ലാത്ത ചിന്തകളാണ്. ഓരോന്ന് ആലോചിച്ചു കൂട്ടും ഞാൻ. ശ്വാസം കിട്ടാതെ പിടഞ്ഞു പോകും. പറച്ചിലിനൊപ്പം അവനെ ആഞ്ഞു പുൽകി മുഖം മുഴുവനും ചുംബനം കൊണ്ട് നിറച്ചു. ജയൻ ഞെട്ടി നിൽക്കുവാണ് എന്താണ് സംഭവിക്കുന്നതെന്നോർത്ത്. ചെയ്തതെന്താണെന്നോർത്ത് ദേവിയും ശരിക്കും ഞെട്ടി. കഴിക്കാൻ എടുക്കട്ടെ? തപ്പിത്തടഞ്ഞ് അത്രയും ചോദിച്ചു. വേണ്ട ദേവിയെ, വയറ് നിറഞ്ഞു. അതും കൂടി കേട്ടപ്പോൾ ദേവിയുടെ കിളികൾ പാറി. അവൾ വേഗം കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയി കിടന്നു. ജയന് ചിരി വന്നു അവളുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ടിട്ട്. അവൻ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. ഇല്ല, പെണ്ണ് രണ്ടും കൽപ്പിച്ച് കണ്ണടച്ച് പിടിച്ച് കിടപ്പാണ്. ജയൻ വാഷ്റൂമിൽ പോയതും അവൾ തലയുയർത്തി നോക്കി. ജയൻ കുളി കഴിഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്നു. തല ചീക്കി ഒതുക്കുന്നതിനിടയിൽ ഇടം കണ്ടിട്ട് അവളെ നോക്കി. ഷോർട്ട്സും ലൂസ് ടീഷർട്ടും. ജയൻ ബെഡിൽ നിന്നും പില്ലോയും ഷീറ്റും എടുത്ത് ദിവാൻകൂട്ടിൽ വന്ന് കിടന്നു. അത് കണ്ടപ്പോൾ ദേവിക്ക് സങ്കടമായി. പക്ഷെ വിളിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ജയൻ ദേവിയുടെ വിളിക്കായി കാതോർത്തു. അതുണ്ടാക്കാത്തതിൽ അവന് വിഷമം തോന്നി. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല. ഒടുവിൽ എഴുന്നേറ്റ് ജയൻ്റെ അടുത്തേക്ക് ചെന്ന് ജയൻ്റെ ബെഡിനടുത്തിരുന്നു. കുട്ടേട്ടാ. എന്താ ദേവിയെ, എന്താ? ജയൻ ചാടി എണീറ്റു. ഒന്നുമില്ല. ബെഡ്. എന്താ ബെഡിൽ? അവൻ ബെഡിൻ്റെ അടുത്തേക്ക് വന്ന് അതിന് ചുറ്റും നോക്കി. ബെഡിൽ എന്തെങ്കിലും ആണെന്നാണ് ജയൻ കരുതിയത്. ഇവിടെ ഒന്നുമില്ല ദേവിയെ. താൻ എന്തെങ്കിലും കണ്ട് പേടിച്ചോ? ഇല്ല. പിന്നെന്താ ദേവിയെ? അത് കുട്ടേട്ടൻ ബെഡിൽ കിടന്നാൽ മതി. ഇവിടെ കിടക്കേണ്ട. നിലത്ത് നോക്കി നിന്ന് പറയുന്നവളെ വലിച്ച് നെഞ്ചിലേക്കിട്ടു. ഇതിനാണോ പെണ്ണെ എന്നെ ഈ കട്ടിലിന് ചുറ്റും നീ ഓടിച്ചത്? പ്ലീസ്, ഇവിടെ ബെഡിൽ കിടന്നാൽ മതി. അവൾ തന്നെ ദിവാൻകോട്ടിൽ നിന്നും തലയിണ എടുത്ത് ബെഡിലിട്ടതും എന്നിട്ട് അവളും കയറി മോളോട് ചേർന്ന് കിടന്നു. ജയൻ ദേവിയുടെ അടുത്തേക്ക് കിടന്ന് ഞെരങ്ങി അവളുടെ കാതോരം ചുണ്ട് ചേർത്ത് വെച്ചു. അതെ, ബെഡിൽ കിടന്നാൽ എനിക്ക് തന്നോട് ചേർന്ന് കിടക്കണം. അവൻ്റെ ശ്വാസം അവളുടെ കഴുത്തിൽ പതിഞ്ഞു. പൊള്ളെ പിടഞ്ഞു പോയി ദേവി. കഴുത്തിൽ ജയൻ്റെ ചുണ്ട് പതിഞ്ഞപ്പോൾ അവളൊന്ന് ഏങ്ങിപ്പോയി. അവളുടെ കണ്ണ് നിറഞ്ഞു ഓർമ്മകളിൽ. അവൾ കരയുകയാണെന്ന് ജയന് മനസ്സിലായി. ജയൻ ദേവിയെ അവൻ്റെ നേർക്ക് ബലമായി തിരിച്ചു കിടത്തി. ദേവി, എന്താ? ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണോ?
സോറിയടോ, ഞാൻ വെറുതെ. ജയൻ അവളുടെ പിടി അയച്ചു മാറാൻ തുടങ്ങിയതും ദേവി ജയൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചു. അപ്പോഴും അവൾ കരയുകയായിരുന്നു. പക്ഷേ ഇത്തവണ ജയനെ ചേർത്ത് പിടിച്ചിട്ടാണെന്ന് മാത്രം. എന്താ ദേവി? കുട്ടേട്ടൻ എന്നെ തൊടുമ്പോൾ ഞാൻ എൻ്റെ ദേവേട്ടനെ ഓർത്തു പോകുന്നു. ജയന് വേദന തോന്നി. അവൾ മുഖമുയർത്തി ജയനെ നോക്കി. അതിനാണോ ഈ കണ്ണീര്? സാരമില്ല, എൻ്റെ ദേവനെ ഓർത്തതിൽ എന്താ തെറ്റ്? ദേവനെ പോലെ നിന്നെ സ്നേഹിക്കാൻ എനിക്കും കഴിയുമല്ലോ, അതുപോലെ. ജയൻ അവളെ എടുത്ത് കൈക്കുടിയിൽ കിടത്തി. നിറഞ്ഞ കണ്ണുകളിൽ ചുംബിച്ചു. എല്ലാം മറന്ന് നമുക്ക് സാവകാശം ജീവിച്ചു തുടങ്ങാം. പക്ഷേ അതുവരെ എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു കുരുത്തക്കേടുകൾ സഹിക്കില്ലേ ദേവിയെ? അതിന് ദേവി മറുപടി പറഞ്ഞില്ല. പകരം അവൻ്റെ മാറിൽ കുറച്ചുകൂടി ചേർന്ന് കിടന്നു. ദേവൻ അവളെ ചേർത്ത് പിടിച്ചു. ജയൻ അവളെ ചേർത്ത് പിടിച്ചു. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. വേൾഡ് ഓഫ് രുദ്രപ്രിയയും ഷോർട്ട് സ്റ്റോറീസ് ഓഫ് രുദ്രപ്രിയയും കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ കൂട്ടുകാരെ. നിറയെ സ്നേഹം.